സോ ഹായ് ഹലോ നമസ്കാരം വണക്കം. ആഹ് എല്ലാവരേക്കും നമ്മുടെ ലോ ഓഫ് അട്രാക്ഷൻ മാനിഫെസ്റ്റേഷൻ ലൈഫ് ട്രാൻസ്ഫോർമേഷന് മറ്റൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. വളരെ വലിയ മാറ്റങ്ങൾ അല്ലേ? വലിയ മാറ്റങ്ങൾ നിങ്ങളുടെ ലൈഫിലേക്ക് വരുത്താൻ പറ്റുന്ന നേരത്തെ നിത്യ ബിമി ബിസി ഒക്കെ പറയുന്നത് നിങ്ങൾ കേട്ടിരുന്നു. കാര്യം നമ്മൾ നല്ല രീതിയിൽ പാഷനേറ്റ് ആയിട്ട് ഈ ടെക്നിക്സ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ലക്ഷ്യത്തിലേക്ക് നമ്മൾ താനെ അടുത്തടുത്തെത്തും. ലോ ഓഫ് അട്രാക്ഷൻ, വിഷ്വലൈസേഷൻ, മാനിഫെസ്റ്റേഷൻ ഇതൊക്കെ തന്നെയാണ് പ്രമുഖ അത്ലറ്റുകളും അല്ലെങ്കിൽ സെലിബ്രിറ്റീസും ഒക്കെ യൂസ് ചെയ്യുന്നത്. അപ്പൊ വെറുതെ ദിവാസ്വപ്നം കണ്ടിരുന്നാൽ പോലെ ഇതൊക്കെ യൂസ് ചെയ്തിട്ട് നമ്മൾ അതിനു വേണ്ടി പ്രയത്നിക്കണം. അവിടെയാണ് സ്മാർട്ട് വർക്കിന്റെ ഒക്കെ ഇമ്പോർട്ടൻസ് വരുന്നത്. നമുക്ക് അതിനെപ്പറ്റി പിന്നെ സംസാരിക്കാം. അപ്പൊ ഇന്നത്തെ നമ്മുടെ ക്ലാസ്സിൽ നമ്മൾ ഈ ഒരു എപ്പിസോഡിന് അല്ലെങ്കിൽ ഈ ഒരു ടെക്നിക്കിന്റെ മറ്റ് ചില പുതിയ മേച്ചിൽപ്പുറങ്ങൾ തേടി ഇറങ്ങുകയാണ്. ജസ്റ്റ് ഒരു ആറോ ഏഴോ ദിവസം ആയപ്പോൾ തന്നെ നിങ്ങൾക്ക് ഇത്രയും വലിയ മാറ്റങ്ങൾ ലൈഫിൽ കൊണ്ടുവരാൻ സാധിക്കുന്നുണ്ട്. ഇനിയുള്ള ദിവസങ്ങൾ കൊണ്ട് നമുക്ക് ഇതിനേക്കാൾ വലിയ മാറ്റങ്ങൾ വരുത്താൻ സാധിക്കും. ഓൾറെഡി കണ്ട ക്ലാസ് അല്ലെങ്കിൽ നിങ്ങളുടെ പറയാനുള്ള റിക്വസ്റ്റ് അതാണ്. ഒരു ക്ലാസ് കണ്ടു കഴിഞ്ഞല്ലോ, ഇനിയിപ്പോ അത് കാണണ്ടല്ലോ എന്ന് വിചാരിക്കണ്ട. നിങ്ങൾ ആ ക്ലാസ് മൾട്ടിപ്പിൾ ടൈംസ് റിവിഷൻ നടത്തണം. ട്രസ്റ്റ് മീ, നിങ്ങൾ ഓരോ പ്രാവശ്യം ആ ക്ലാസ്സുകൾ കാണുമ്പോഴും പുതിയ ക്ലാസ് കാണുന്ന പോലെ തന്നെ തോന്നും. ഓരോ തവണ കാണുമ്പോഴും പുതിയ പുതിയ പോയിന്റുകളും പുതിയ പുതിയ പെർസ്പെക്റ്റീവ് കാഴ്ചപ്പാടുകൾ നിങ്ങൾക്ക് അതിൽ നിന്ന് കിട്ടും. അതുകൊണ്ട് തന്നെ ഒരു പ്രാവശ്യം കണ്ട് വിട്ട് കളയരുത്. ഒരു ക്ലാസ് മിനിമം രണ്ടോ മൂന്നോ പ്രാവശ്യമെങ്കിലും കാണണം എന്നാണ് എനിക്കുള്ളൊരു റിക്വസ്റ്റ്. കാരണം നമ്മൾ അത്രയും റിസർച്ച് ചെയ്തിട്ടാണ് കൊണ്ടുവരുന്നത്. ചിലപ്പോൾ പറഞ്ഞ ചില പോയിന്റുകൾ നിങ്ങൾ വിട്ടുപോയേക്കാം. അടുത്ത പ്രാവശ്യം കാണുമ്പോഴായിരിക്കും ആ പോയിന്റ് നിങ്ങൾക്ക് കിട്ടുക. ഓക്കെ ആണല്ലോ? അപ്പൊ എപ്പോഴും പറയുന്ന പോലെ നിങ്ങളുടെ കയ്യിൽ ഒരു നോട്ട്ബുക്കും പേനയൊക്കെ ഉണ്ടാവണം. എന്നാൽ മാത്രമേ നമുക്ക് പ്രോപ്പർ ആയിട്ട് ക്ലാസ് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റത്തുള്ളൂ. ഓക്കെ. ഇപ്പൊ നമ്മുടെ ഡെയിലി ഉള്ള ആ ഒരു റൊട്ടീൻ അല്ലെ, നമ്മൾ പല്ല് തേപ്പ് കുളി എന്നൊക്കെ പറയുന്ന പോലെ നമ്മുടെ ക്ലാസ്സിന് ഒരു റൊട്ടീൻ ഉണ്ട്, ഡെയിലി ഒരു റൊട്ടീൻ ഉണ്ട് അല്ലെ? എന്താണ് ലോ ഓഫ് അട്രാക്ഷൻ അല്ലെങ്കിൽ മാനിഫെസ്റ്റേഷൻ? അതിനെപ്പറ്റി നമ്മൾ പറയും. പറഞ്ഞ് നിങ്ങളുടെ തലയിൽ നമ്മൾ റീപ്രോഗ്രാം ചെയ്ത് വെക്കും. പിന്നീട് എന്ത് ചെയ്യും? നമ്മൾ അതിന്റെ 3 സ്റ്റെപ്സിനെ പറ്റി പറയും. പിന്നെ ഒരു മെഡിറ്റേഷൻ, അതിന് ശേഷമായിരിക്കും നമ്മുടെ സെഷനിലേക്ക് കിടക്കുക അല്ലെ? അപ്പൊ എന്താണ് ലോ ഓഫ് അട്രാക്ഷൻ? നിങ്ങളൊക്കെ ഇപ്പൊ അൾട്രാ പ്രോ മാക്സ് മാനിഫെസ്റ്റേഴ്സ് മാറിയിട്ടുള്ള ആൾക്കാരാണ്. നിങ്ങൾ തന്നെ പറയാം, എന്താണ് ലോ ഓഫ് അട്രാക്ഷൻ? നമ്മൾ ഒരു ഒബ്ജക്റ്റീവ്, ഒരു ഗോൾ, അത് കരിയർ ഗോൾ ആവാം, റിലേഷൻഷിപ്പിനെ സംബന്ധിക്കുന്ന ഗോൾ ആവാം, ഹെൽത്ത് ആവാം, എന്തോ ആവാം. നിങ്ങൾ ഒരു ലക്ഷ്യം മനസ്സിലുണ്ടാവണം. ആ ലക്ഷ്യം വളരെ ക്ലാരിറ്റിയിൽ തന്നെ മനസ്സിൽ കൊണ്ടുവരണം അല്ലെ? നിങ്ങൾക്കിപ്പോ തലവേദന ഉള്ള ഒരു വ്യക്തിയാണ്, തലവേദന മാറണം എന്നാണ് നിങ്ങളുടെ ആഗ്രഹമെങ്കിൽ ആ തലവേദന മാറിയതിനു ശേഷമുള്ള ആ ഒരു അവസ്ഥയുണ്ടല്ലോ, ആ ഒരു ക്ലാരിറ്റി ഉണ്ടല്ലോ, അതിനുശേഷം നമുക്ക് ഉണ്ടാവുന്ന ലൈഫിലെ ഇംപ്രൂവ്മെന്റ്സ് ഉണ്ടല്ലോ, നമുക്ക് ദേഷ്യം കുറയും അല്ലെങ്കിൽ സന്തോഷം കൂടും. അതെല്ലാം നമ്മുടെ ക്ലാരിറ്റി എന്ന് പറഞ്ഞാൽ അത് സംഭവം നേടിക്കഴിഞ്ഞാൽ നമ്മുടെ ലൈഫ് എങ്ങനെയൊക്കെ മറിയും അതിനെപ്പറ്റി കൃത്യമായിട്ടുള്ള ക്ലാരിറ്റി മനസ്സിലേക്ക് കൊണ്ടുവരണം. അതാണ് സ്റ്റെപ്പ് നമ്പർ 1. സ്റ്റെപ്പ് നമ്പർ 2 എന്ന് പറയുമ്പോൾ നമ്മൾ ആ ഒരു സ്റ്റേറ്റിലേക്ക് ഓൾറെഡി എത്തിയതായിട്ട് മനസ്സിനെ പറഞ്ഞ് വിഷ്വലൈസ് ചെയ്യുക ഒരു ഹാപ്പിനെസ്. ആ ഒരു ഗോൾ അച്ചീവ് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ ലൈഫിൽ ഉണ്ടാവുന്ന ഭയങ്കരമായിട്ടുള്ള മാറ്റങ്ങൾ, അതിനെക്കുറിച്ചുള്ള ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ചിന്തകൾ, ചിരി. നിങ്ങൾ ഇപ്പൊ ക്ലാസ്സിൽ നിന്ന് ചിരിച്ചോണ്ട് ഹാപ്പി ആയിട്ടിരിക്കണം ഫുൾ ടൈം. ഇനിയുള്ള ഒരു കുറച്ച് നിങ്ങൾ ഹാപ്പി ആയിട്ട് ചിരിച്ചുകൊണ്ടിരിക്കുക എന്നൊരു വാക്ക് തന്നു നോക്കിയേ, നിങ്ങളുടെ ഇനിയുള്ള ദിവസങ്ങൾ തന്നെ മാറി പറയും. വളരെ ഹാപ്പി ആയിട്ട് ചിരിച്ചുകൊണ്ട് തന്നെ എന്ത് ചെയ്യുക, ഈ ക്ലാസ്സിൽ ഇരിക്കുക. സോ ആ ഒരു കാര്യം മനസ്സിലേക്ക് കൊണ്ടുവരുന്നു. ആ ലക്ഷ്യം ഓൾറെഡി നേടിയെടുത്തതായിട്ട് മനസ്സിനെ പറഞ്ഞ് നമ്മൾ പഠിപ്പിക്കുന്നു അല്ലെ? അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യണം? ലെറ്റ് ഗോ ചെയ്യുക. അത് മാനിഫെസ്റ്റ് ആവും എന്ന് ഉറച്ച് വിശ്വസിക്കുക. ഇതാണ് 3 സ്റ്റെപ്പ്. എക്സാക്ട്ലി. വിവേക് കൃത്യമുള്ള ടൈപ്പ് ചെയ്ത് അയച്ചു. വെരി ഗുഡ്. ഇപ്പൊ ഇതിന്റെയൊക്കെ അണ്ടർലൈൻ തിങ്, ഇതിന്റെയൊക്കെ പ്രധാനപ്പെട്ട ഫാക്ടർ എന്താണ്? നമ്മൾ അധ്വാനിക്കണം. നമ്മൾ ആ ഒരു ലക്ഷ്യത്തിലേക്ക് നേടാൻ അധ്വാനിക്കണം. അതിപ്പോ ലക്ഷ്യം, ഞാൻ ഓൾറെഡി ഇപ്പോഴും പറഞ്ഞൊരു കാര്യമാണ്. നിങ്ങൾക്ക് ഇപ്പൊ ലോട്ടറി അടിക്കണമെന്നാണ് ആഗ്രഹമെങ്കിൽ അതിന് പ്രത്യേകിച്ച് അധ്വാനത്തിനൊന്നും വലിയ റോളില്ല. ലോട്ടറി പോയി എടുത്താൽ മാത്രം മതി. വേറെ അതിന് മുകളിൽ നിങ്ങൾ കാര്യമായിട്ട് ചെയ്യാനൊന്നുമില്ല. വിഷ്വലൈസേഷനും മാനിഫെസ്റ്റേഷനും ഒക്കെ ഉള്ളൂ. നമുക്ക് ഇന്നലെ യൂട്യൂബിൽ വന്നൊരു കമന്റ് ആണ്, അവർക്ക് ലോട്ടറി മാനിഫെസ്റ്റ് ചെയ്യാൻ പറ്റും. ലോട്ടറി എടുക്കാതെ മാത്രമേ അവർക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. പക്ഷേ ആക്ഷൻ റിക്വയർഡ് ആയിട്ടുള്ള ടാസ്ക് ആണ് നിങ്ങൾ ചെയ്യുന്നതെങ്കിൽ, നിങ്ങൾക്ക് വലിയൊരു സെലിബ്രിറ്റി ആവണം, ഒരു എഴുത്തുകാരനാവണം, അല്ലെങ്കിൽ ഒരു ഡോക്ടർ ആവണം, എഞ്ചിനീയർ ആവണം, അങ്ങനെയൊക്കെയാണ് ആഗ്രഹമെങ്കിൽ, അല്ലെങ്കിൽ നല്ല റിലേഷൻഷിപ്പ് ബിൽഡ് ചെയ്യണം, അതൊക്കെയാണ് ആഗ്രഹമെങ്കിൽ നല്ല രീതിയിൽ വർക്ക് ചെയ്യേണ്ടി വരും അല്ലെ? നല്ല രീതിയിൽ വർക്ക് ചെയ്യേണ്ടി വരും. അപ്പൊ അതിനുവേണ്ടി എന്താണ് നമുക്ക് ചെയ്യാൻ പറ്റുക? ഈ ഒരു നിമിഷം എനിക്ക് അതിനുവേണ്ടി എന്ത് ചെയ്യാൻ സാധിക്കും? നിങ്ങൾക്ക് ഇപ്പൊ വലിയൊരു ബിസിനസ്മാൻ ആവണം. അപ്പൊ അതാവാൻ വേണ്ടി എനിക്ക് ഈ നിമിഷം എനിക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? രാത്രി ഇറങ്ങിയപ്പോൾ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റത്തില്ലല്ലോ. പക്ഷെ ബിസിനസിനെ പറ്റി പഠിക്കാം. ചാറ്റ് GPT എടുത്ത് വെക്കാം, ജെമിനി എടുത്ത് വെക്കാം, അനലിറ്റിക്സ് എടുക്കാം, മാർക്കറ്റ് സ്റ്റഡി നടത്താം, മാർക്കറ്റ് സെഗ്മെന്റിനെ കണ്ടെത്താം അല്ലെ? അപ്പൊ അങ്ങനെ ചെറിയ ചെറിയ സ്റ്റെപ്പുകൾ എടുക്കണം. ഒരു ദിവസം ഒരു സ്റ്റെപ്പുകൾ എടുക്കാൻ പറ്റിയാൽ മതി. 1% ഇംപ്രൂവ്മെന്റ്, അത് മാത്രം മതി നമുക്ക് ലൈഫിൽ സക്സസ്ഫുൾ ആവാൻ. പക്ഷേ ഹാർഡ് വർക്കിനെ റീപ്ലേസ് ചെയ്യാൻ മറ്റൊന്നുമില്ല.
ഞാൻ എപ്പോഴും വന്നൊരു കാര്യമാണ്, ഞാൻ രാത്രിയിലാണ് എന്റെ ക്ലാസ്സിലേക്ക് കയറി. അല്ല, ഇന്ന് ഞാനിപ്പോ പെരുമ്പാവൂരിൽ നിന്ന് വന്ന് കയറി കുളിച്ചു, ഫുഡ് പോലും കഴിക്കാൻ ഞാൻ ക്ലാസ് റൂമിൽ വന്നിരിക്കുന്നത്. അപ്പോ ആ ഒരു ഡെഡിക്കേഷൻ നമുക്ക് ഏത് കാര്യത്തിന് വേണ്ടി നമ്മൾ ചെയ്തു കഴിഞ്ഞാലും അത് യൂണിവേഴ്സ് റിവാർഡ് ചെയ്യും. നിങ്ങൾക്ക് അതിന്റെ ക്ലച്ച് മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നു. നന്നായിട്ട് അതിനുവേണ്ടി വർക്ക് ചെയ്യുന്ന മൈൻഡ് ഉണ്ടായി കഴിഞ്ഞാൽ നമുക്ക് ഉറപ്പായിട്ടും അതിന്റെ ബെനിഫിറ്റ് ഇൻ വൺ വേ ഓർ അതർ കിട്ടും. ക്ലിയർ ആണ്? യെസ്. അപ്പൊ അതാണ് അതിന്റെ ഒരു ഹൈലൈറ്റ്. ഇത്രയും സ്റ്റെപ്സ് നമ്മൾ ചെയ്യാം. ഇതാണ് നമ്മൾ ഗെയിം ചേഞ്ചർ. ഇപ്പൊ മൈക്കിൾ ഫെൽപ്സ് അല്ലെ, ഒളിമ്പ്യൻ ആണ്, ഏറ്റവും ഒളിമ്പിക്സ് മെഡൽ കിട്ടിയ വ്യക്തിയാണ്. അദ്ദേഹത്തിന്റെ യൂട്യൂബ് ചാനലൊക്കെ നിങ്ങൾ ചുമ്മാ എടുത്ത് നോക്കണം. അദ്ദേഹം എങ്ങനെ വിഷ്വലൈസേഷൻ, മാനിഫെസ്റ്റേഷൻ ഒക്കെ അദ്ദേഹം എങ്ങനെ യൂസ് ചെയ്യുന്നത് നോക്കണം. രൺബീർ കപൂർ അല്ലെ, രൺബീർ സിംഗ് അദ്ദേഹം എങ്ങനെയാണ് പല പല അവാർഡുകളും മാനിഫെസ്റ്റ് ചെയ്തത് അല്ലെ, ഫിലിം ഫെയർ അവാർഡ്സ് ഒക്കെ മാനിഫെസ്റ്റ് അദ്ദേഹം തന്നെ കിടപ്പുണ്ട്. അദ്ദേഹം കണ്ണടച്ച് വിഷ്വലൈസ് ചെയ്യുന്നു. ആ ഒരു സ്റ്റേജിൽ കയറുന്നു, ആ ഒരു അവാർഡ് വാങ്ങിക്കുന്നു, ആ ഒരു സന്തോഷം അതെല്ലാം കണ്ണടച്ച് വിഷ്വലൈസ് ചെയ്യുന്നു. റോണ്ട ബൈറൻ, ഓപ്ര വിൻഫ്രി, ജെ കെ റൗളിംഗ് അല്ലെ, അപ്പൊ ഇതൊക്കെ വിൽ സ്മിത്ത് ഈ ഇത്തരം സെലിബ്രിറ്റീസ് ഒക്കെ വളരെ ശാസ്ത്രീയമായിട്ട് ചെയ്യുന്ന ഒരു കാര്യം തന്നെയാണ്. അപ്പൊ നമ്മൾ അതിനു വേണ്ടി ഉറപ്പായിട്ട് ചെയ്യും. പക്ഷെ എനിക്ക് നിങ്ങളുടെ ഒരു പറയുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല്, ഒരു പണി എടുക്കാതെ ഇത്തരം കാര്യങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യാൻ പറ്റും എന്നാണ് നിങ്ങൾ വിശ്വസിക്കുന്നത്. നിങ്ങൾ അങ്ങനെ ആരും നിങ്ങളെ പഠിപ്പിക്കുന്നുണ്ടെങ്കിൽ അത് റോങ് ആണ്. ചില കാര്യത്തിന് ഹാർഡ് വർക്ക് വേണ്ടായിരിക്കും. ഫോർ എക്സാമ്പിൾ ലോട്ടറി, അതിനിപ്പോ ഒന്നും ചെയ്യാനില്ല. പക്ഷെ അതല്ല, നമ്മൾ ഹാർഡ് വർക്ക് റിക്വയർഡ് ആയിട്ടുള്ള നിങ്ങൾക്ക് വലിയൊരു എന്താ പറയാ ബിസിനസ് ചെയ്ത് ഒരു സമ്പന്നനാവണം, അല്ലെങ്കിൽ സമ്പന്നയാവണം, അതിന് ഹാർഡ് വർക്ക് ചെയ്ത് വരത്തുള്ളൂ. വെറുതെ ഇരുന്ന് ഒന്നും നടക്കത്തില്ല. പക്ഷെ ഞാൻ ഡൗട്ട് വെച്ചിട്ട്, ഹാർഡ് വർക്ക് ചെയ്യുന്ന എല്ലാവരും സക്സസ്ഫുൾ ആവുന്നുണ്ടോ? നല്ല രീതിയിൽ ഹാർഡ് വർക്ക് ചെയ്യുന്ന എല്ലാവരും സക്സസ്ഫുൾ ആവുമോ? ഒരിക്കലും ഇല്ല. നമ്മളെക്കാട്ടി ഹാർഡ് വർക്ക് ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ഒരു ശരാശരി അതിഥി തൊഴിലാളി. ഈ നമ്മളെക്കാട്ടി ഹാർഡ് വർക്ക് ചെയ്യുന്ന ഒരു വ്യക്തിയാണ് പുറത്തുള്ളത് അല്ലെ. ഇപ്പൊ ഹാർഡ് വർക്കിനൊപ്പം ഇത്തരത്തിലുള്ള സ്പിരിച്വൽ പ്രാക്ടീസസും കൂടെ ചെയ്യുമ്പോഴാണ് നമുക്ക് സക്സസ് വരുന്നത്. ഇപ്പൊ നിങ്ങൾ ആലോചിച്ചത് എന്തുകൊണ്ട് ആൾക്കാർ അമ്പലങ്ങളിലും പള്ളികളിലും ഇത്രയും കാശ് ഓടിച്ചു തരുന്നത്? ആ ഒരു സ്പിരിച്വൽ പവറിനെ വേണ്ടിയിട്ടാണ്. ആ കാശ് പിന്നെ നാട്ടുകാർ അടിച്ചു മാറ്റിക്കൊണ്ട് പോവുകയും ചെയ്യും. അതാണ് അതിന്റെ അടുത്ത കോമഡി. നമുക്കൊരു സ്പിരിച്വൽ എനർജി അല്ലെങ്കിൽ ആത്മീയമായിട്ടുള്ള ഒരു ബാക്കപ്പ് ഉണ്ടെങ്കിൽ നമ്മുടെ ജേർണി കുറെ കൂടെ സ്മൂത്ത് ആണ്. അപ്പൊ അതുകൊണ്ടാണ് പറയുന്നത് മനസ്സാണ് ദൈവം. നിങ്ങൾക്ക് ആ പൈസ നിങ്ങൾ വല്ല പാവപ്പെട്ടവർക്ക് കൊടുക്കണം. അപ്പൊ അതിനേക്കാട്ടും നല്ല ഒരു എഫക്ട് നമ്മുടെ ലൈഫിൽ കിട്ടും. നിങ്ങൾ അമ്പലത്തിനും പള്ളിയിലും കൊടുക്കുന്ന കാശ് ഇങ്ങനെ കളയാതെ ആ പൈസ 10 പാവപ്പെട്ട ആൾക്കാർക്ക് ഫുഡ് വാങ്ങിച്ചു കൊടുക്കാൻ യൂസ് ചെയ്യുന്ന നോക്കിയോ, നിങ്ങളുടെ ലൈഫ് മാറി പറയും. ഓക്കെ, യെസ്. അപ്പോൾ ആക്ഷൻ അതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം. അപ്പൊ നമ്മൾ ഇനി നമ്മുടെ ആ ഒരു മെഡിറ്റേറ്റീവ് പോസ്റ്റിലേക്ക് പോകണം. മെഡിറ്റേറ്റീവ് പോസ്റ്റിലേക്ക് നമ്മൾ പോകാൻ പോകണം അല്ലെ. യെസ്. അപ്പൊ എല്ലാവരും റെഡിയാണോ? യെസ്, എക്സാക്ട്ലി. ഗോഡ് മോഡ് ഷുഡ് ബി ആക്ടിവേറ്റഡ്. യെസ്, അതിനെ പറ്റി നമുക്ക് ചർച്ച ചെയ്യാം. ഗോഡ് മോഡിനെ പറ്റി നമുക്ക് ചർച്ച ചെയ്യാം അല്ലെ. അപ്പോൾ എല്ലാവരും മെഡിറ്റേഷൻ റെഡിയാണല്ലോ. അപ്പൊ എല്ലാവരും ഒന്ന് കണ്ണടച്ച് എന്റെ കൂടെ നിരുന്നത്. എല്ലാവരും ഒന്ന് കണ്ണടച്ചിട്ട് ശ്വാസം ഉള്ളിലേക്ക് എടുക്കുക. നമ്മൾ ഇന്ന് ഹോൾഡ് ചെയ്യുന്നില്ല, ഇന്ന് നമ്മൾ ബ്രീത്ത് ഹോൾഡ് ചെയ്യുന്നില്ല. ഡീപ്പായിട്ട് ഇൻഹെയിൽ ചെയ്തിട്ട് ഡീപ്പായിട്ട് എക്സെയിൽ ചെയ്യും. ഇത് ആവറേജ് ഇൻഹലേഷൻ എക്സലേഷനും അല്ല, വളരെ ഡീപ്പായിട്ട് നമ്മുടെ ഡയഫ്രോം ഇതൊക്കെ നിറയുന്ന രീതിയിൽ, ലെഗ്സ് ഒക്കെ നിറയുന്ന രീതിയിൽ ഇൻഹെയിൽ ചെയ്യുക. പിന്നെ കംപ്ലീറ്റ്ലി പുറത്തേക്ക് വിടുക. ഓക്കെ, ഇതൊന്ന് ചെയ്യാം. ഡീപ്പായിട്ട് ഇൻഹെയിൽ ചെയ്തോളൂ. 10, 9, 8, 7, 6, 5, 4, 3, 2, 1. ഡീപ്പായിട്ട് പുറത്തേക്ക് ഇടുക. 10, 9, 8, 7, 6, 5, 4, 3, 2, 1. ഇനി നിങ്ങൾ കണ്ണടച്ച് ഇത് ചെയ്യുമ്പോൾ നിങ്ങളുടെ ഒരു കൈ നിങ്ങളുടെ ഹാർട്ടിൽ തന്നെ വേണം. ഒരു കൈ നിങ്ങളുടെ ഹൃദയമിടിപ്പ് ഫീൽ ചെയ്യുന്ന രീതിയിൽ തന്നെ വേണം. ഓക്കെ, ഇനി ഇൻഹെയിൽ ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ഒരു വൈറ്റ് ലൈറ്റ്, യൂണിവേഴ്സിൽ നിന്ന് ഒരു വൈറ്റ് ബ്രൈറ്റ് ലൈറ്റ് നിങ്ങളുടെ ഉള്ളിലേക്ക് വരുന്നതായിട്ട് വിഷ്വലൈസ് ചെയ്യണം. എക്സെയിൽ ചെയ്യുമ്പോഴോ നിങ്ങളുടെ ഉള്ളിലുള്ള ഒരു ഡാർക്ക് ലൈറ്റ്, നിങ്ങളുടെ ഉള്ളിൽ നെഗറ്റിവിറ്റി, ടോക്സിസിറ്റി, ലിമിറ്റിംഗ് ബിലീഫ്സ് അതെല്ലാം പുറത്തു വരുന്നതായിട്ട് വിഷ്വലൈസ് ചെയ്യണം. സോ ഇൻഹെയിൽ ചെയ്യുമ്പോൾ യൂണിവേഴ്സിന്റെ പോസിറ്റീവ് എനർജി ഇൻഹെയിൽ ചെയ്യുന്നു. എക്സെയിൽ ചെയ്യുമ്പോൾ ശ്വാസം പുറത്തേക്ക് വിടുമ്പോൾ നിങ്ങൾ ആ ഒരു നെഗറ്റീവ് എനർജി, നിങ്ങളുടെ നെഗറ്റീവ് എനർജി നിങ്ങളുടെ ബോഡിയിൽ നിന്ന് പുറത്തേക്ക് തള്ളിക്കളയുന്നതായിട്ട് വിഷ്വലൈസ് ചെയ്തിട്ട് വേണം ഇതൊക്കെ ചെയ്യാൻ. ഓക്കെ ആണല്ലോ? യെസ്. ഡീപ്പായിട്ട് ഇൻഹെയിൽ ചെയ്തോളൂ. 10, 9, 8, 7, 6, 5, 4, 3, 2, 1. ഈ ഡീപ്പായിട്ട് എക്സെയിൽ ചെയ്യുക. എക്സെയിൽ ചെയ്യുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിലെ എല്ലാ ടോക്സിസിറ്റിയും പുറത്തു പോകുന്ന രീതിയിൽ എക്സെയിൽ ചെയ്യാം. 10, 9, 8, 7, 6, 5,
4, 3, 2, 1. Once again, inhale here. 10, 9, 8, 7, 6, 5, 4, 3, 2, 1. Again, exhale. 10, 9, 7, 6, 5, 4, 3, 2, 1. Yes. ഇനി നിങ്ങൾ നോർമലായിട്ട് ശ്വാസം എടുക്കുക വിടുക, ശ്വാസം എടുക്കുക വിടുക. എന്നിട്ട് നിങ്ങൾ മനസ്സിലായി, ഇപ്പൊ കണ്ണുറങ്ങണ്ട, ഒരു കൈ ഹേർട്ടിലായിരിക്കണം. ഇത് നിങ്ങൾ നിങ്ങളുടെ മനസ്സിലേക്ക് നിങ്ങൾ ആ വിഷ്വലൈസ് ചെയ്യുന്ന അല്ലെങ്കിൽ നിങ്ങൾ ലക്ഷ്യം വെച്ചിട്ടുള്ള ആ ഒരു ലൈഫ് ഗോൾ തൽക്കാലം ഓർമ്മ മതി. ആ ഒരു ലൈഫ് ഗോൾ സെലക്ട് ചെയ്ത് നിങ്ങൾ മനസ്സിലേക്ക് കൊണ്ടുവന്നേ. അത് ഓൾറെഡി നേടിയെടുത്തു നിങ്ങൾ. അത് ഓൾറെഡി നിങ്ങളെ സ്വന്തമാണത്. നിങ്ങൾ ഇനി അതിനു വേണ്ടി അലങ്ങി തിരിഞ്ഞ് തേരാപ്പാര നടക്കേണ്ട കാര്യമില്ല. ബിക്കോസ് യൂണിവേഴ്സ് ഓൾറെഡി നിങ്ങളുടെ കയ്യിൽ വെച്ച് തന്നു. ആ ഒരു ബ്യൂട്ടിഫുൾ മൊമെന്റ് നിങ്ങൾ വിഷ്വലൈസ് ചെയ്ത് നിങ്ങൾ ഇത്രയും കാലം ആഗ്രഹിച്ചിരുന്ന ഒരു കാര്യം നിങ്ങൾ ഓൾറെഡി നേടിയെടുത്ത് കഴിഞ്ഞു. ഇവിടെ നിങ്ങൾ മനസ്സിലാക്കുക, നിങ്ങൾ അതിനെ അട്രാക്ട് ചെയ്യുകയല്ലായിരുന്നു, അത് നിങ്ങളെ അട്രാക്ട് ചെയ്യുമായിരുന്നു. നിങ്ങൾ ലക്ഷ്യം വെച്ച ഒരു ഗോൾ നിങ്ങളുടെ മനസ്സിലേക്ക് ആ ഒരു കാര്യം വന്നതിന്റെ പ്രധാനപ്പെട്ട റീസൺ തന്നെ അത് നിങ്ങളെ അട്രാക്ട് ചെയ്തത് കൊണ്ടാണെന്ന് ഉറച്ചു വിശ്വസിക്കുക. ആ ഒരു ഗോൾ, ആ ഒരു സന്തോഷം നിങ്ങൾക്ക് അനുഭവിക്കാൻ സാധിച്ചത് നിങ്ങൾ യൂണിവേഴ്സിനോട് താങ്ക് യു യൂണിവേഴ്സ് എന്ന് മനസ്സിൽ പല ആവർത്തിച്ച് പറയാം. താങ്ക് യു യൂണിവേഴ്സ്. ഇനി നീയാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം, ഞാനിത് വിട്ട് കളയില്ല എന്ന് പറയാം. ഞാനിത് വിട്ട് കളയില്ല, ഇത് ഞാൻ വിട്ട് കളയില്ല എന്ന് പറയാം. ഇത് ഞാൻ വിട്ട് കളയില്ല. യെസ്, ഇത് ഞാൻ വിട്ട് കളയില്ല. നിങ്ങൾക്ക് ഓൾറെഡി യൂണിവേഴ്സിനെ കയ്യിൽ വെച്ച് തന്നു, ഇത് നിങ്ങൾ വിട്ട് കളയില്ല എന്ന് നിങ്ങൾ സ്വയം പറയാം. യെസ്, റിപ്പീറ്റ് ചെയ്ത് പറയാം. താങ്ക് യു യൂണിവേഴ്സ്, ഇത് എനിക്ക് തന്നതിന് താങ്ക് യു യൂണിവേഴ്സ്, ഞാനത് ഒരിക്കലും വിട്ട് കളയില്ല എന്ന് തന്നെ പറയാം. യെസ്, വെരി പവർഫുൾ. നിങ്ങൾ കണ്ണടച്ച് ഒരു 17 സെക്കൻഡ് ആ ഒരു വിഷൻ ഒന്ന് ഹോൾഡ് ചെയ്തേ. വേറെ ഒരു ചിന്തയെ മനസ്സിലേക്ക് കടന്നു പാടില്ല. വേറെ ചിന്തകൾ മനസ്സിലേക്ക് വരുന്നെങ്കിൽ അതിനെ ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ വിഷ്വലൈസ് ചെയ്ത് എലിമിനേറ്റ് ചെയ്ത് കളയാം. 17 seconds. 17, 16, 15, 14, 13, 12, 11, 10, 9, 8, 7, 6, 5, 4, 3, 2, 1. യെസ്. നിങ്ങൾ രണ്ട് കൈ ഒന്ന് റബ്ബ് ചെയ്തിട്ട് നന്നായിട്ട് റബ്ബ് ചെയ്യുക. അത് ചൂട് വന്നതിന് ശേഷം അത് നിങ്ങളുടെ മുഖത്ത് ഇങ്ങനെ ഒന്ന് വെച്ചിട്ട് പെതുക്കെ കണ്ണ് ചിമ്മി കണ്ണുറക്കുക. മുഖത്ത് നിങ്ങൾ വെക്കുക. നിങ്ങൾ കണ്ണിന്റെ അവിടെ വെച്ചിട്ട് കണ്ണ് ചിമ്മി കണ്ണുറക്കുക. യെസ്. ഓ ശില്പ, കൺഗ്രാറ്റ്സ്. ശില്പ എങ്ങനെ ആഗ്രഹിച്ചിരുന്ന ഫ്രാൻസ് വിസ കിട്ടി മാനിഫെസ്റ്റേഷൻ കൂടെ അല്ലേ? എനിക്ക് ഓർമ്മ ഫസ്റ്റ് ബാച്ച് അല്ലെ, തൊട്ട് മുമ്പുള്ള ബാച്ച് 7 മുതൽ നമ്മൾ കൂടുതൽ കക്ഷിയാണ് ശില്പ. അദ്ദേഹം അന്ന് മുതലേ മാനിഫെസ്റ്റിന് ആഗ്രഹിക്കുന്ന ഒരു കാര്യം ഇതായിരുന്നു, ഫ്രാൻസ് വിസ. അത് കിട്ടി. സോ ഹാപ്പി ശില്പ. ഞങ്ങൾ എല്ലാവരും നമ്മുടെ എൻറ്റയർ അനൽദീപ് തിയറി ഫാമിലി താങ്കളെ പറ്റി ആലോചിച്ച് ഹാപ്പിയാണ്. വി ആർ സോ പ്രൗഡ് ഓഫ് യു. യെസ്, എക്സാക്ട്ലി. നമുക്ക് അത്യാവശ്യം ഡിഫിക്കൽട്ട് ആണ് ഫ്രഞ്ച് വിസ ചെയ്താൽ. ലാംഗ്വേജ് ടെസ്റ്റ് ഉണ്ട്, കുറെ നൂലാമാലയും കാര്യങ്ങളൊക്കെ ഉണ്ട്. മറ്റു രാജ്യങ്ങളിൽ പോകുന്നത് അത്ര എളുപ്പമല്ല. ബട്ട് യു ഡിഡ് ഇറ്റ്. ആ ഒരു ഹാർഡ് വർക്ക് അല്ലെ, മാനിഫെസ്റ്റേഷന്റെ ലോ ഓഫ് അട്രാക്ഷന്റെ ബെസ്റ്റ് എക്സാമ്പിൾ ആണ് ശില്പ. ഒത്തിരി സന്തോഷമുണ്ട്. പക്ഷെ നന്നായിട്ട് വർക്ക് ചെയ്തു ശില്പയുടെ ഒരു ഇതായിരുന്നു, നല്ല രീതിയിൽ വർക്ക് ചെയ്തതിന് വേണ്ടി അല്ലെ. എനിക്ക് ഓർമ്മയുണ്ട് അത് ഇന്റർവ്യൂവിന് പോകുന്ന കാര്യം എല്ലാം പറഞ്ഞത് എനിക്ക് ഓർമ്മയുണ്ട്. 24 പോകുന്നുണ്ടല്ലേ? ഗ്രേറ്റ്. അപ്പോ ഫ്രാൻസ് ഒരു ബ്യൂട്ടിഫുൾ കൺട്രിയിലേക്ക് ശില്പ പോവാണ്. അപ്പൊ നിങ്ങളുടെ ഇതുപോലെയുള്ള മാനിഫെസ്റ്റേഷൻ സക്സസ് സ്റ്റോറീസ് ഷെയർ ചെയ്യാം നമ്മളുമായിട്ട്. നമുക്ക് വലിയ സന്തോഷമാണത്. അപ്പോൾ കമ്മിങ് ബാക്ക് ടു ദ ടോപ്പിക്, എങ്ങനെയുണ്ടായിരുന്നു ആ ഒരു ഫീൽ, ആ ഒരു വിഷ്വലൈസേഷൻ, ആ കുറച്ച് മൊമെന്റ്സ് നിങ്ങൾ ഇപ്പൊ കടന്നു പോയിട്ടുള്ള ഒരു 3-4 മിനിറ്റ് ലൈഫിലെ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള മെമ്മറീസ് ഒന്നല്ലേ? ലൈഫിൽ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള മൊമെന്റ്സ് ഒന്നല്ലേ? യെസ്. ഇപ്പൊ നിങ്ങള് ഇങ്ങനെ മാനിഫെസ്റ്റ് ചെയ്യണം. നമ്മുടെ കയ്യിലൊരു ഇപ്പൊ ഇനി നിങ്ങൾ ആലോചിക്കുക, ആ ഒരു ലക്ഷ്യത്തിലേക്ക് എത്താൻ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്?
ഒരു ആക്ഷൻ പറയാമോ? നിങ്ങളിപ്പോ മനസ്സിൽ കണ്ട ആ ഒരു വിഷ്വൽ അതിലേക്ക് എത്താൻ വേണ്ടി പ്രാക്ടിക്കലായിട്ട് നമുക്ക് ലൈഫിൽ ചെയ്യാവുന്ന ഒരു കാര്യം പറയാമോ? സ്റ്റഡി. യെസ്. പഠിക്കണം. എല്ലാവരും കമന്റ് ചെയ്തേ, എന്താണ് ചെയ്യാൻ പറ്റുക? സ്റ്റഡി വെൽ ആൻഡ് കൺസിസ്റ്റൻസി. പഠിക്കണം. എക്സാം സെക്ടേഴ്സ് ആണെങ്കിൽ ഉറപ്പാണ് നമ്മൾ പഠിക്കണം അല്ലെ? നന്നായിട്ട് തന്നെ പഠിക്കണം. സ്പെൻഡ് മോർ ടൈം. കൂടുതലായിട്ട് നമ്മൾ സമയം നമ്മൾ ആ ഒരു ലക്ഷ്യത്തിന് വേണ്ടി ചെലവഴിക്കണം. യെസ്. വെരി ഗുഡ്. അപ്പൊ ഇതായിരിക്കണം നമ്മുടെ ലക്ഷ്യം. പ്രാക്ടീസ് ചെയ്യുക, പ്രാക്ടീസ് ചെയ്യുക. എക്സാക്ട്ലി. ഹാർഡ് വർക്ക്, സേവ് മണി. കുറെ ആൾക്കാർ കുറെ പറയുന്നുണ്ട്. അപ്പൊ നമ്മൾ ആ ഒരു കാര്യം കൃത്യമായിട്ട് മനസ്സിലാക്കണം. ഇനി പറയാൻ പോകുന്നതാണ് ഇന്നത്തെ ക്ലാസ്സിനകത്തേക്ക് നിങ്ങൾക്ക് പറയാനുള്ള ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം. അതിനുശേഷം നമ്മൾ മൾട്ടിപ്പിൾ മാനിഫെസ്റ്റേഷൻസിനെ പറ്റി സംസാരിച്ച് ക്ലാസ് വൈൻഡപ്പ് ചെയ്യും. അതായത് നിങ്ങൾ ഡെയിലി ഒരു പുതിയ ഐഡിയ, നിങ്ങളുടെ ലക്ഷ്യത്തിലേക്ക് എത്താൻ വേണ്ടി ചെയ്യേണ്ടത് ഒരു പുതിയ കാര്യം മനസ്സിൽ കണ്ടെത്തണം. ഒരുപക്ഷെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റിയെന്ന് വരത്തില്ല. ഉദാഹരണത്തിന് ഇപ്പൊ നിങ്ങൾക്ക് വലിയൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ ബിസിനസ്സിന് ഒരു ഐഡിയ മനസ്സിൽ കൊണ്ടുവരിക. ഉടനെ നിങ്ങൾക്ക് പോയി ചെയ്യാൻ പറ്റിയെന്ന് വരത്തില്ല. പക്ഷേ പറ്റിയ നല്ലത്, ഇറ്റ്സ് വെൽ ആൻഡ് ഗുഡ്. ഇനി പറ്റിയില്ലെങ്കിൽ പോലും ഡെയിലി ഒരു പുതിയ കാര്യം അതിനു വേണ്ടി നിങ്ങൾ കണ്ടെത്തണം. നിങ്ങൾ ലക്ഷ്യം വെക്കുന്ന ആ ഒരു മഹത്തായ ഗോൾ, നിങ്ങളുടെ ആ ഒരു അൾട്ടിമേറ്റ് ലക്ഷ്യം, അതിലേക്ക് എത്താൻ വേണ്ടി എന്താണ് ചെയ്യാൻ പറ്റുക? നിങ്ങൾ ഓരോ ദിവസവും നിങ്ങൾ ഓരോ പുതിയ പുതിയ മാർഗം കണ്ടെത്തണം. കണ്ടെത്തുവോ? നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമോ? എക്സാക്ട്ലി. ഒരു എക്സാമ്പിൾ നല്ലൊരു എക്സാമ്പിൾ ചോദിക്കുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ, ഇപ്പൊ എന്റെ വലിയൊരു ഒരു ആഗ്രഹത്തിൽ ഒന്നായിരുന്നു നമ്മൾ ഇപ്പം ഡിസ്കസ് ചെയ്യുന്ന അനുദീപ് തിയറി എന്ന ചാനൽ സ്റ്റാർട്ട് ചെയ്യണം എന്നുള്ളത്. ഈ ചാനൽ എനിക്ക് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് ഞാൻ എന്താണ് ചാനൽ കൊടുക്കേണ്ടത്, എന്ത് ടോപ്പിക്കാണ് നമ്മൾ എടുക്കേണ്ടത് എന്നുള്ളത് ഞാൻ ആദ്യമേ ഒരു ദിവസം ഞാൻ വിഷ്വലൈസ് ചെയ്യും. ഇങ്ങനെ ചാനൽ സ്റ്റാർട്ട് ചെയ്യുന്നു, സക്സസ്ഫുൾ ആവുന്നൊക്കെ ഞാൻ വിഷ്വലൈസ് ചെയ്യും. ഞാൻ ആലോചിക്കും എന്താണ് എനിക്ക് അത് പുതിയതായിട്ട് ചെയ്യാൻ പറ്റുക. അപ്പൊ എനിക്ക് മനസ്സിലായി, യെസ്, ലോ ഓഫ് അട്രാക്ഷൻ ഉണ്ട്. എനിക്ക് പേഴ്സണലി ഭയങ്കര ഫേവറേറ്റ് ആയിട്ടുള്ള ടോപ്പിക്, അത് തന്നെ ചെയ്യാം. പിന്നെ അടുത്ത ദിവസം ഞാൻ കണ്ടെത്തി എന്താ, അതിനോടൊപ്പം എന്ത് ചെയ്യാം, സൈക്കോളജിക്കൽ ആയിട്ടുള്ള ടിപ്സ് ആൻഡ് ടെക്നിക്സ് അത് ആഡ് ചെയ്യാം. പിന്നെ പിറ്റേ ദിവസം സ്പിരിച്വാലിറ്റി ആഡ് ചെയ്യാം. പിന്നെ ഉറപ്പായിട്ടും നമ്മളിപ്പോ വർഷങ്ങളായിട്ട് ബാച്ചുകൾ റൺ ചെയ്യുന്നുണ്ടെങ്കിലും യൂട്യൂബ് വഴി നമുക്ക് ഇനി ക്ലാസ് കൊടുത്തു തുടങ്ങാം. അത് മറ്റൊരു ഐഡിയ. യൂട്യൂബ് വഴി ക്ലാസ് കൊടുക്കണം. കുട്ടികൾ റിക്വസ്റ്റ് ചെയ്യുന്നുണ്ട് ക്ലാസ് വേണമെന്ന് പറഞ്ഞിട്ട്. അപ്പൊ കുട്ടികളുടെ റിക്വസ്റ്റ് നമുക്ക് അംഗീകരിക്കാം, ക്ലാസ് കൊടുത്തു തുടങ്ങാം യൂട്യൂബ് വഴി. അപ്പൊ അങ്ങനെ 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 ഓരോ ദിവസം ഓരോ പുതിയ ഐഡിയാസ് ആണ് ജനറേറ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ നിങ്ങൾക്കറിയാം, നമ്മളിപ്പം തൊട്ട് മുമ്പ് ബാച്ച് 7 നമ്മൾ യൂട്യൂബിൽ വീഡിയോസ് ആയിട്ട് കൊടുത്തോണ്ടിരുന്നത്. ഇപ്പൊ നമ്മൾ എന്ത് ചെയ്തു, ആപ്പിലേക്ക് മൈഗ്രേറ്റ് ചെയ്തു. കുറെ കൂടെ നമ്മൾ എന്ത് ചെയ്തു, സ്ട്രക്ചേർഡ് ആക്കി കാര്യങ്ങൾ. അപ്പൊ ഓരോ ദിവസം എന്താണ് ചെയ്യാൻ പറ്റുന്ന പുതിയതായിട്ട് ഓരോ ഐഡിയ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ഇതെല്ലാം ഒന്ന് നമുക്ക് ഒരുപക്ഷെ 100% പെർഫെക്റ്റ് ആയിക്കൊള്ളണമെന്നില്ല, സാരമില്ല. മനുഷ്യന്മാർ ഇംപെർഫെക്റ്റ് ആ, കുഴപ്പമില്ല. ഇപ്പൊ ഇന്നലെ ഒരു പ്രത്യേക സാഹചര്യം ക്ലാസ് ക്യാൻസൽ ചെയ്യേണ്ടി വന്നില്ലേ, അതെനിക്ക് ഭയങ്കര വിഷമമുണ്ടായിരുന്നു. പക്ഷെ മനുഷ്യന്മാർ ഇംപെർഫെക്റ്റ് ആയി. ആ ഒരു സമയത്ത് മഴ പെയ്യുന്നു, വീട്ടിലെത്തി എന്ത് ചെയ്യാൻ പറ്റും? അപ്പൊ ഡെയിലി ഒരുപക്ഷെ നമ്മൾ ചിലപ്പം ചെറിയ ചെറിയ ഫെയിലിയേഴ്സ്, സെറ്റ് ബാക്സ് ഫേസ് ചെയ്തെന്ന് വരാം. ബിക്കോസ് എനിക്ക് ക്ലാസ് എടുക്കുന്ന അത്ര ഇഷ്ടമാണ്. ഒരു ദിവസം ക്ലാസ് എടുക്കാൻ പറ്റില്ല, എനിക്ക് അത്ര വിഷമമാണ്. അപ്പൊ എനിക്കിന്ന് നല്ല വിഷമമായി. സാരമില്ല, മനുഷ്യന്റെ കേസ് അല്ല, അതാണ് അതിന്റെ അവസ്ഥ. അപ്പൊ ഡെയിലി പുതിയ പുതിയ ഐഡിയാസ് ജനറേറ്റ് ചെയ്യുക. അതിനർത്ഥം ഡെയിലി നമ്മൾ അങ്ങ് ഭയങ്കര പെർഫെക്റ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നൊന്നും അല്ല. ചില ദിവസങ്ങൾ നമുക്ക് ഉദ്ദേശിക്കുന്ന ലെവലിൽ വർക്ക് ചെയ്യാൻ പറ്റിയില്ലെന്നും വരാം. ദാറ്റ്സ് ഓൾ റൈറ്റ്. പക്ഷെ പുതിയ ഐഡിയാസ് ജനറേറ്റ് ചെയ്യുക, പുതിയ പുതിയ കാര്യം ക്ലിയർ ആക്കുക എന്നുള്ളതാണ് കാര്യം. ആ ഒരു ഐഡിയ മനസ്സിലാവും. ഒരു എക്സാമ്പിൾ വെച്ച് പറഞ്ഞപ്പോഴത്തേക്ക് ക്ലിയർ ആയോ? യെസ്. ഓക്കെ. ഇനി അടുത്തത് നമ്മുടെ ഒരു കോണ്ടന്റ് മാനിഫെസ്റ്റേഷൻ അല്ലെങ്കിൽ മൾട്ടിപ്പിൾ മാനിഫെസ്റ്റേഷൻസ് ഒക്കെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു ബാച്ച് ഡിസ്കസ് ചെയ്യുന്നത്. ഇപ്പോൾ എല്ലാവരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, ഒന്നിൽ കൂടുതൽ കാര്യങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യാൻ പറ്റുമെന്നുള്ളത്. പറ്റും. ഞാൻ നിങ്ങൾക്കൊരു കഥ പറഞ്ഞുതരാം. പണ്ട് ഒരു വ്യക്തിക്ക് ഒരു മാന്ത്രിക മോതിരം കിട്ടി. അപ്പൊ മോതിരത്തിൽ നിന്നൊരു ഭൂതം ഇറങ്ങി വന്ന് പറഞ്ഞു, നിങ്ങളുടെ ഒരാഗ്രഹം ഞാൻ സാധിച്ചു തരും. ഒരൊറ്റ ആഗ്രഹം മാത്രമേ ഞാൻ സാധിച്ചിരുന്നുള്ളൂ. അപ്പൊ ഇയാളുടെ ആഗ്രഹം എന്ന് വെച്ചാൽ ഭയങ്കര സുന്ദരിയായ ഒരു ഭാര്യയെ വേണം, ഭയങ്കര നല്ല സ്നേഹമുള്ള മക്കൾ വേണം, എനിക്ക് കൊട്ടാര സദൃശ്യമായ ഒരു വീട് വേണം, 10 നിലയുള്ള വീട് വേണം, അതിഭീകരമായ സ്വർണം രത്നം സമ്പത്ത് എല്ലാം വേണം. അപ്പം ഈ ഭൂതം പറഞ്ഞു, ഇതൊന്നും നടക്കുന്ന കാര്യമല്ല, നിങ്ങൾ ഒരെണ്ണം പറ, ഒരെണ്ണം ശരിയാക്കി തരാന്ന് പറഞ്ഞു. അപ്പൊ പുള്ളി കുറച്ച് സമയം കഴിഞ്ഞിട്ട് പുള്ളി പറഞ്ഞൊരു കാര്യമുണ്ട്, എന്റെ ആഗ്രഹം ഇത്ര, എനിക്ക് ഒറ്റ ആഗ്രഹമുള്ളൂ. കോടീശ്വരനായ ഞാൻ എന്റെ വീടിന്റെ 10ാം നിലയിൽ സ്വർണത്തിൽ തീർത്ത കസേരയിൽ ഇരിക്കുമ്പോൾ എന്റെ സുന്ദരിയായ ഭാര്യ എന്റെ ഏറ്റവും എന്താ പറയാ പ്രിയപ്പെട്ട എന്നെ സ്നേഹിക്കുന്ന എന്റെ മക്കളോടൊപ്പം ഒരു ഗ്ലാസ് വെള്ളം എനിക്ക് കൊണ്ടുതരുന്നു. ഇതാണ് എന്റെ ആഗ്രഹം. ഏ ഭൂതം കയ്യെന്നായി പരിച്ചടാ. ഇതിപ്പം എല്ലാം കണക്ട് ചെയ്തിട്ടോ. പുള്ളി എല്ലാം ഒരു മുത്തുകൾ കോർത്ത് മാല ക്രിയേറ്റ് ചെയ്യുന്നതിന് പുള്ളിയുടെ ആഗ്രഹങ്ങളെല്ലാം കണക്ട് ചെയ്ത് ഒറ്റ ആഗ്രഹമാക്കി മാറ്റി. അപ്പം പിന്നെ ഒറ്റ ആഗ്രഹമല്ലേ ഉള്ളൂ. നിങ്ങൾക്ക് അതിന്റെ ഒരു കോമഡി മനസ്സിലായോ?
ഇതാണ് നമുക്ക് മാനിഫെസ്റ്റേഷന് വേണ്ടി യൂസ് ചെയ്യുന്ന ചീറ്റ് കോഡ്. പലപ്പോഴും പറഞ്ഞ ഒറ്റ കാര്യം മാനിഫെസ്റ്റ് ചെയ്യാൻ പാടുള്ളൂ, ഒറ്റ കാര്യം മാനിഫെസ്റ്റ് ചെയ്താൽ മതി. പക്ഷെ നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങളുടെ മാനിഫെസ്റ്റേഷൻ ഗോൾസ് എല്ലാം കൂടെ ഒരു മാല പോലെ കോർത്ത് ഒരു ഒറ്റ സ്റ്റോറി, ഒറ്റ വിഷനിലേക്ക് കൊണ്ടുവരണം. അതാണ് അവിടുത്തെ ഗെയിം ചേഞ്ചിങ് ടെക്നിക്. ഇപ്പൊ നിങ്ങൾക്ക് സമാധാനമാവും എങ്ങനെയാണ് മൾട്ടിപ്പിൾ കാര്യങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യണമെന്നുള്ളത്. ഒരു സ്റ്റോറി പോലെ, ഒരൊറ്റ വിഷ്വലിൽ നിങ്ങൾ എല്ലാ കാര്യങ്ങളും കൊണ്ടുവരാൻ സാധിക്കണം. പണ്ട് ഞാൻ ചെയ്ത പരിപാടി എങ്ങനെ പറയുമോ, എനിക്ക് യൂട്യൂബ് ചാനൽ വേണം, ഒരു യൂണിഫോം ജോബ് വേണം, എല്ലാം വേണം എന്നുള്ളതാണ് എന്റെ ആഗ്രഹം. അപ്പൊ ഞാൻ എന്റെ ഡ്രോയിങ് റൂമിൽ അലമാരി മാനിഫെസ്റ്റ് ചെയ്തു. അവിടെ എനിക്ക് ആ ഒരു യൂണിഫോമിന്റെ തൊപ്പി ഇരിക്കുന്നു, അറ്റത്തെ വടി ഇരിക്കുന്നു, പിന്നെ എന്റെ യൂട്യൂബ് ചാനൽ സിൽവർ പ്ലേ ബട്ടൺ ഇരിക്കുന്നു, എന്റെ സ്റ്റുഡൻസ് തന്നിട്ടുള്ള ഉപഹാരങ്ങൾ ഇരിക്കുന്നു. അപ്പൊ ഇതെല്ലാം ഒറ്റ വിഷ്വലാണ്. പക്ഷെ ആ ഒറ്റ വിഷ്വലിനകത്ത് എന്തുണ്ട്, മൾട്ടിപ്പിൾ ഗോൾസ് ഉണ്ട്. അതിന്റെ കോമഡി നിങ്ങൾക്ക് മനസ്സിലായില്ലേ? അപ്പൊ അതാണ് ഞാൻ പിന്നെ മാനിഫെസ്റ്റ് ചെയ്തത്. ഇപ്പോഴും എന്റെ അലമാരി കണ്ട അതുപോലെ ഇരിക്കുകയാണ്. ഞാൻ നിങ്ങൾക്ക് നാളെ അതിന്റെ ഫോട്ടോ ഒന്നെടുത്ത് അയച്ചു തരാം. അപ്പോ അതാണ് അതിന്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത്. ഒറ്റ കാര്യം മാനിഫെസ്റ്റ് ചെയ്യാവൂ എന്ന് പറഞ്ഞാലും പല കാര്യങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യാമോ എന്ന് പറഞ്ഞാൽ രണ്ടും ശരി തന്നെയാണ്. പക്ഷെ നമ്മൾ സ്മാർട്ട് ആയിട്ട് ട്രിക്കുകൾ യൂസ് ചെയ്ത് അതിലേക്ക് വരണം. ഇപ്പോ നിങ്ങളുടെ ലിമിറ്റിംഗ് ബിലീഫ് മാറിയില്ലേ? ഒരൊറ്റ കാര്യം മാനിഫെസ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ള ലിമിറ്റിംഗ് ബിലീഫ് ഒക്കെ മാറിയില്ലേ? മാനിഫെസ്റ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങളെല്ലാം ഇന്നത്തെ നിങ്ങളുടെ ടാസ്ക് അതാണ്. ഇന്നത്തെ നിങ്ങളുടെ ടാസ്ക് അതാണ്. നിങ്ങൾ എന്താണോ മാനിഫെസ്റ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്, നിങ്ങൾ എന്താണോ മാനിഫെസ്റ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ഒന്നിൽ കൂടുതൽ നിങ്ങൾ ഒരിക്കലും നിങ്ങളെ ലിമിറ്റ് ചെയ്യാൻ പാടില്ല, ഒരു ഒറ്റ കാര്യത്തിൽ ഒതുക്കാൻ പാടില്ല. മൾട്ടിപ്പിൾ ഗോൾസ് ലൈഫിൽ വേണം. ഒരു ഒറ്റ ലക്ഷ്യമല്ല, നമ്മുടെ ലൈഫിൽ മൾട്ടിപ്പിൾ ആയിട്ടുള്ള ലക്ഷ്യങ്ങൾ വേണം. ആ ഒരു ലക്ഷ്യം, ഈ ലക്ഷ്യം, ഈ ലക്ഷ്യം, ഈ ലക്ഷ്യം എല്ലാം കൂടെ കോർത്തിണക്കി നിങ്ങൾ ഒറ്റ വിഷ്വലിൽ, ഒറ്റ സ്റ്റോറിയിൽ കൊണ്ടുവരണം. നിങ്ങളുടെ ഇന്നത്തെ ഹോംവർക്ക് അതാ, കൊണ്ടുവരുമോ? ഇതാണ് നമ്മൾ നേരത്തെ ഗോഡ് മോഡ് എന്നൊക്കെ പറയുന്ന കോൺസെപ്റ്റ്. ഇതാണ് സെറ്റ് ആക്കാൻ പറ്റുമല്ലോ? യെസ്, സെറ്റ് ആക്കാം. റൈറ്റ്, യെസ്, അത് മതി, അത് മതി, അത് മതി. നിങ്ങളുടെ ഇന്നത്തെ ഒരു ഹോംവർക്ക് അതാണ്. ഇനി നമുക്കൊരു ചെറിയൊരു ടോപ്പിക് ഡിസ്കസ് ചെയ്തിട്ട് മറ്റൊരു ടോപ്പിക്കിലേക്ക് പോവാം അല്ലെ? നമ്മുടെ മനസ്സിൽ നിങ്ങൾക്ക് ആരുടെങ്കിലും ദേഷ്യമുണ്ടോ? നിങ്ങൾക്ക് ആരുടെങ്കിലും ദേഷ്യമുണ്ടോ? നോ. യെസ്. ഇല്ല. ഉണ്ട്. ജലസി ഉണ്ട് അല്ലെ? ജലസി, ഇടയ്ക്ക് ദേഷ്യം വരാറുണ്ട്. യെസ്, 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 കൂടുതൽ ദേഷ്യമുണ്ട്. നമ്മുടെ ലൈഫില് നമ്മൾ ഒരാൾ ദ്രോഹിച്ചു എന്നിരിക്കട്ടെ, നമ്മൾ ഒരാൾ ദ്രോഹിച്ചു. നിങ്ങളുടെ ലൈഫിൽ നിങ്ങളെ ഉപദ്രവിച്ചിട്ടുള്ള, നിങ്ങളുടെ മനസ്സിൽ വിഷമിച്ചിട്ടുള്ള കുറെ ആൾക്കാരെ കാണാം അല്ലെ? അപ്പൊ അവരോടുള്ള ദേഷ്യം നമ്മുടെ മാനിഫെസ്റ്റേഷനെ ബ്ലോക്ക് ചെയ്യുന്ന ഒരു കാര്യമാണ്. മാനിഫെസ്റ്റേഷനെ ബ്ലോക്ക് ചെയ്യുന്ന ഒരു കാര്യമാണ്. നമ്മൾ ആരോടും ദേഷ്യം മനസ്സിൽ വെക്കാൻ പാടില്ല. നമ്മൾ എല്ലാവരും ഫൊർഗീവ് ചെയ്യാൻ ശ്രമിക്കണം. എല്ലാവരും ഫൊർഗീവ് ചെയ്യാൻ. ഇപ്പൊ നമ്മുടെ വിൽസൺ ചർച്ചിന്റെ പണ്ടൊരു കാര്യം അതാണ്, ഫൊർഗീവ് യുവർ എനിമീസ് ബട്ട് നെവർ ഫോർഗെറ്റ് ദെയർ നെയിംസ്. ഇതിന്റെ അർത്ഥം നമ്മളൊരു ഷൊണ്ണയാവണമെന്നാണോ? ഒരു മണ്ടനാവണമെന്നാണോ? ഒരിക്കലോ. ഞാൻ ഇപ്പൊ എന്റെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ് പറയാം. ഞാനൊരു സ്ഥലത്തേക്ക് പോകാനായിട്ട് ബസ് ബുക്ക് ചെയ്തു. ലാസ്റ്റ് മൊമെന്റിൽ അവര് ബസ് ക്യാൻസൽ ചെയ്തു. എന്നിട്ട് ഒരു വാക്കിലും പറയാം ബസ് ക്യാൻസൽ ചെയ്തു. ഞാൻ ഏജൻസി ചെയ്ത ട്രാവൽ ഏജൻസി ഒന്നും പറയുന്നില്ല. എന്നെ മനസ്സിൽ നല്ല രീതിയിൽ കലിപ്പ് വന്നു. ഞാൻ പിന്നെ പറഞ്ഞു ഇവരുടെ ദേഷ്യപ്പെട്ടിട്ടുണ്ടെന്നാ. കാര്യം ഒരാൾക്ക് നമ്മൾ ദേഷ്യം വെക്കുമ്പോഴത്തേക്കും മറ്റൊരാൾ മരിക്കാൻ വേണ്ടി നമ്മളെ വിഷം കഴിക്കുന്നതിന് തുല്യമാണ്. അവർക്ക് അറിയത്ത പോലും ഉണ്ടാവില്ല നമുക്ക് ദേഷ്യം എന്നുള്ള കാര്യം. പക്ഷെ ആ ദേഷ്യം, ആ ഒരു വിറച്ചിൽ, അല്ലെങ്കിൽ ആ ഒരു നെഗറ്റീവ് ചിന്ത നമ്മളെ ഭയങ്കര മോശമായിട്ട് ബാധിക്കും അല്ലെ? അപ്പൊ അയാൾക്ക് പണി കിട്ടാൻ വേണ്ടി ഞാൻ വിഷം കഴിച്ച എങ്ങനെ ഇരിക്കും? അതാണ് ദേഷ്യത്തിന്റെ അവസ്ഥ. അപ്പൊ ഞാൻ പിന്നെ മനസ്സിലോക്കെ ലെറ്റ് ഇറ്റ് ഗോ, അതങ്ങ് ഒഴിവാക്കി. പിന്നെ നല്ല വൃത്തിയായിട്ട് ഇതിന് മെയിലൊക്കെ ഡ്രാഫ്റ്റ് ചെയ്ത് കൺസ്യൂമർ ഫോറത്തിലും അയച്ച്, ഇവർക്കും അയച്ച്, എല്ലാവർക്കും അയച്ച്, അവസാനം അവര് വന്ന് സോറി പറഞ്ഞ് പൈസ റീഫണ്ട് ചെയ്തു. ഞാൻ നല്ല ഇത് എസ്കലേറ്റ് ചെയ്തു. അപ്പൊ നമുക്ക് അങ്ങനെ ചെയ്യുന്നതുകൊണ്ട് തെറ്റില്ല. നമ്മുടെ മെന്റൽ പീസിനെ, മാനസികമായിട്ടുള്ള ഒരു എന്താ പറയാ, സമാധാനത്തിനെ ബാധിക്കാത്ത രീതിയിൽ അനീതി, ഇൻജസ്റ്റിസിനെതിരായിട്ട് പൊരുതുന്നതുകൊണ്ട് ഒരു തെറ്റുമില്ല. പക്ഷെ നമ്മുടെ മനസ്സിൽ ഇങ്ങനെ വെച്ച് ദേഷ്യം പൊഞ്ഞുകൂടി ചെയ്യാന്നുണ്ടെങ്കിൽ അത് നമ്മളോട് ചെയ്യുന്ന വലിയൊരു അപരാധമാണ്. സോ ഇത്തരത്തിൽ നിങ്ങളുടെ മനസ്സിൽ ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ആരുടെയും ദേഷ്യമോ വൈരകമോ ഉണ്ടെന്നുണ്ടെങ്കിൽ അതങ്ങ് ക്ഷമിക്കുക. ഫൊർഗീവ് ചെയ്യാൻ പറ്റുന്നെങ്കിൽ ഫൊർഗീവ് ചെയ്യുക, ഫൊർഗെറ്റ് ചെയ്യാൻ പറ്റുന്നെങ്കിൽ ഫൊർഗെറ്റ് ചെയ്യുക. പക്ഷെ അവർ ചെയ്ത കാര്യം ഒരിക്കലും പറയും. കാര്യം അങ്ങനെ അവർ പിന്നെ നമ്മളെ ഒന്ന് ഉപദ്രവിക്കും. ഇപ്പൊ നിങ്ങൾക്ക് ടോക്സിക് റിലേഷൻ ഉണ്ടായിരുന്നു അല്ലെ? ആ ഒരു ടോക്സിക് റിലേഷനിൽ നിങ്ങളുടെ പാർട്ണർ നിങ്ങളെ കുറെ ഉപദ്രവിച്ചിട്ടുണ്ടെന്നിരിക്കട്ടെ, അയാൾ ചെയ്ത കാര്യങ്ങൾ ഒന്നും മറക്കണമെന്നല്ല ഞാൻ പറയുന്നത്. പക്ഷെ അത് വിട്ട് കളയണം. അത് മനസ്സിലിട്ട് പുകഞ്ഞിരുന്നു കഴിഞ്ഞാൽ നമ്മുടെ ലൈഫ് കോഞ്ഞാട്ടയായി പോകും. നിങ്ങൾക്ക് പറഞ്ഞ ഐഡിയ മനസ്സിലാക്കി വിചാരിക്കുന്നു.
പക്ഷെ അയാൾ പിന്നെ വന്നു കഴിഞ്ഞാൽ അയാളെ നമുക്ക് ഒഴിവാക്കാൻ പറ്റുന്ന രീതിയിൽ നമുക്കൊരു അവയർനെസ്, വിവരം വേണം. അത്രയും ഉദ്ദേശിക്കുന്നുള്ളൂ. അപ്പൊ ഇതാണ് എനിക്ക് പറയാൻ ഒരു കാര്യം. നിങ്ങളുടെ മനസ്സിൽ ദേഷ്യമോ വിഷമോ വല്ലതും ഉണ്ടെങ്കിൽ അത് ഫസ്റ്റ് അങ്ങ് മാറ്റുക. കാര്യം നമ്മുടെ നമ്മുടെ ലൈഫിൽ നമ്മുടെ മാനിഫെസ്റ്റേഷൻ അല്ലെങ്കിൽ പോസിറ്റീവ് തിങ്കിങ്ങിനെ ഒക്കെ ബ്ലോക്ക് ചെയ്യുന്ന ഒരു ഫാക്ടറാണ് ദേഷ്യം പരിപാടിയല്ല. ഓക്കെ, യെസ്. അപ്പൊ ഇത്രയും വിഷയങ്ങളാണ് നമുക്കിന്ന് ഡിസ്കസ് ചെയ്യാൻ ഉണ്ടായിരുന്നത്. ഇന്ന് വലിയൊരു സീക്രട്ട് ടെക്നിക്കാണ് നിങ്ങളിലേക്ക് എത്തിച്ചത്. ആ ഒരു സ്റ്റോറി ടെക്നിക് അല്ലെ, സ്റ്റോറി ടെല്ലിംഗ് ടെക്നിക്, മാനിഫെസ്റ്റേഷൻ, മൾട്ടിപ്പിൾ മാനിഫെസ്റ്റേഷൻ സ്റ്റോറി ടെല്ലിംഗ് ടെക്നിക്.